കേറുന്നതിന് മുമ്പ് ഡയലോഗ് പറ. വെൽക്കം ടു ജെഫ്രിൻസ് റൂം ടൂർ. റൂം ടൂർ. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ സംഭവം അത് ലാസ്റ്റ് കാണിക്കാം. ലാസ്റ്റ് മതിയോ? എനിക്കതിപ്പോ കാണിക്കാൻ ഇവിടെയൊക്കെ വന്നാണ്ടല്ലോ നമ്മള് പാട്ടൊക്കെ എഴുതിപ്പോ അന്നൊന്ന് എഴുതിക്ക. ആ റൂമിന്റെ പേരും ജെഫ്രിനായിട്ട് ഭയങ്കര സാമ്യമാണ്. പ്രാവ്. Hi guys, welcome to our new vlog. We are super excited today കാരണം നമ്മുടെ ഫേവറേറ്റ് ആയ ഒരു നല്ല കിഡിലൻ റിസോർട്ടിലാണ് നമ്മൾ പോകുന്നത്. ആൻഡ് ഞാൻ പറയാം, നമ്മുടെ കേരളത്തില് ഞാൻ ഇന്ത്യയിൽ കുറച്ച് സ്ഥലങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്, എബ്രോഡ് അത്യാവശ്യം യാത്ര ചെയ്തിട്ടുണ്ടല്ലോ. നമ്മുടെ ഇന്ത്യയില് കേരളത്തിലുള്ള അത്രയും നല്ല റിസോർട്ട്സ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ വേറെ എവിടെയില്ല. നമ്മൾ രാജസ്ഥാനിൽ പോയി, രാജസ്ഥാനിൽ പിന്നെയുണ്ട്, മറ്റേ മനാലി ഭാഗം അവിടെ ഒന്നുമില്ല. ആൻഡ് ഈവൻ ഡൽഹി, ബോംബെ ഒക്കെ പോയാലും നമ്മുടെ കേരളത്തിന് അത്ര ഒരു ക്വാളിറ്റിയും ഒരു ഫീൽ ഉള്ള റിസോർട്ട്സ് വളരെ കുറവാണ്. എസ്പെഷ്യലി തേക്കടി, മൂന്നാർ ആൻഡ് കുമരകം. അപ്പൊ ഇന്ന് നമ്മൾ കുമരകത്താണ് പോകുന്നത്. ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് റിസോർട്ട്സ് ഇൻ കേരളയിലേക്കാണ് പോകുന്നത്. എവിടെയാന്നൊക്കെ അവിടെ എത്തിയിട്ട് പറയാം. അതുകൊണ്ട് പ്രിയ ഭയങ്കര എക്സൈറ്റഡ് ആണ്. റൂമൊക്കെ കാണിച്ചു കൊടുത്തു. അടിപൊളി. ഇത് ഭയങ്കര എനർജി ആയിരിക്കും കേട്ടോ പ്രിയക്ക് റൂം ടൂർ. പക്ഷെ നമ്മുടെ കൂടെ അത്ര അടിപൊളിയാ. ഞാൻ പ്രിയക്ക് കുറച്ചൊക്കെ കാണിച്ചു കൊടുത്തു, പക്ഷെ ഞങ്ങൾ താമസിക്കുന്ന റൂം കാണിച്ചു കൊടുത്തിട്ടില്ല, കാരണം അത്ര അടിപൊളിയാണ്. സോ ഐ എം വെരി എക്സൈറ്റഡ്. ആൻഡ് നമ്മുടെ കൂടെ നമ്മുടെ ഒരു കുട്ടി പയ്യനുണ്ട് അല്ലേ, കൊച്ചു വാവ. അപ്പം ഞങ്ങള് വേദുവിന് കളിക്കാനായിട്ട് ആരെങ്കിലും വേണമെന്നുണ്ട് നമ്മൾ 4 പേരും കൂടെ പോവാന്ന് വിചാരിച്ചു, കൊണ്ടുപോവാന്ന്. അപ്പൊ പയ്യൻ വെളിയിലുണ്ട്. പയ്യനും കൂടെ കണ്ടിട്ട് ക്യാമറ വരാൻ ഭയങ്കര നാണോ. അതിപ്പോ നാണം കുറച്ച് കൂടുതലാ. അതെന്താന്ന് ഞാൻ ഇപ്പൊ അവിടെ പോയി ഒന്ന് ചമ്മിപ്പിക്കാം. ഓക്കെ, അപ്പൊ പുള്ളി വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് നേരെ നമ്മുടെ കുമരകത്തിലേക്ക് വിടാം. ഹായ് ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് ദ സ്പോൺസർ ഓഫ് അവർ വീഡിയോ ആൻഡ് വെരി ഹാപ്പി ടു ഡു ദാറ്റ്. സ്കിൽഷെയർ എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ ലേണിംഗ് കമ്മ്യൂണിറ്റി ആണ്. ആൻഡ് even the Skillshare people don't know this. I've been using Skillshare for a long time and അവർ കോൺടാക്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ വേറെ ഒരു ചെക്ക് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. I was ready to do it. If you can feel a difference in my YouTube videos, it's because of Skillshare. A major part is because of Skillshare and secondly എൻ്റെ willingness to learn തന്നെയാണ്. ആൻഡ് നമുക്ക് എല്ലാവർക്കും ഒരു ഹോബീസോ അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റോ എന്തെങ്കിലും കാണുമല്ലോ. ഫോർ എക്സാമ്പിൾ മ്യൂസിക്, ഫൈൻ ആർട്സ്, വീഡിയോ മേക്കിംഗ്, ഫോട്ടോഗ്രാഫി, UI ഡിസൈനിങ് അല്ലെങ്കിൽ ക്രാഫ്റ്റ്സ്, അങ്ങനെ എന്തെങ്കിലും കാണും. യൂട്യൂബിന് വേണ്ടിയുള്ള സ്പെസിഫിക് ക്ലാസ്സസ്, ഇതെല്ലാം നമുക്ക് അവിടെ പോയി പഠിക്കാൻ പറ്റും ബൈ ഇൻഡസ്ട്രി ലീഡേഴ്സ്. ആൻഡ് നമുക്ക് നമ്മുടെ ഹോബീസ് പഠിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഒരു ഇൻട്രസ്റ്റും കാണുമല്ലോ. സോ ഐ ഫീൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്സ് which has happened to me and I feel it will be a blessing for you guys. കാരണം we don't know how our future will be. നമ്മുടെ hobbies might become our main income source. സോ അതിന് വേണ്ടിയുള്ള ഒരു ഗുഡ് സ്റ്റെപ്പാണിത്. യുനോ ഇതിൽ ഞാൻ അറ്റൻഡ് ചെയ്ത ക്ലാസ് മാർക്കസ് ബ്രൗൺലി എന്ന് പറഞ്ഞൊരു എൻ്റെ ഒരു ഫേവറേറ്റ് ടെക് യൂട്യൂബർ ഉണ്ട്. 14 വയസ്സിൽ പുള്ളി യൂട്യൂബർ ആയതാ. ആ പുള്ളിയുടെ ഒരു മാസ്റ്റർ ക്ലാസ് അറ്റൻഡ് ചെയ്ത പിന്നെ എൻ്റെ യൂട്യൂബ് വീഡിയോസിലും എൻ്റെ മൈൻഡ് സെറ്റിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആക്ച്വലി പുള്ളിക്കാരനാണ് എൻ്റെ പേര് ദില്ലു എന്നാക്കിയത്. കാരണം പുള്ളിക്കാരന് ഒരു ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേര് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓഡിയൻസ് ആയിട്ട് കൂടുതൽ കണക്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ടിപ്സ് തന്നിട്ടുണ്ട്. ഇപ്പൊ നിഹാൽ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്നെ ഔട്ട്സൈഡേഴ്സ് വിളിക്കുന്നത്, ദില്ലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫാമിലി എന്ന് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്നെ ദില്ലു എന്ന് വിളിക്കുമ്പോൾ ഐ എം ഷുവർ നിങ്ങൾക്കും ഞാൻ നിങ്ങളുടെ ഒരു വീട്ടിലൊരാളായിട്ട് തോന്നുന്നു. ആൻഡ് ബെസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് യുനോ ഇതില് നിങ്ങൾ ഏത് ക്ലാസ് എടുത്താലും വേറെ ആഡ്സ് ഒന്നുമില്ല. ഓൾ ദീസ് ക്ലാസ്സസ് ആർ ക്യൂറേറ്റഡ് ഫോർ യു ഗൈസ്. ആൻഡ് ബെസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് 2000 രൂപയുള്ളൂ ഒരു വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ 166 രൂപ, 166 rupees per month and you can attend any of these classes. നിങ്ങൾക്ക് ഇപ്പം മ്യൂസിക്കിൽ തുടങ്ങി, മ്യൂസിക് വേണ്ട, നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി പോകണമെങ്കിൽ അതിലേക്ക് മാറാം. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. 166 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബിരിയാണി ഒരു ലൈം ജ്യൂസിന്റെയും പൈസ ആയിട്ടുള്ളൂ. ആൻഡ് ഇപ്പം ഇവരായിട്ട് ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ എന്റെ ലിങ്കിൽ കൊടുക്കുന്ന എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് 1000 people free 1 month trial കിട്ടും. After that if you want only you can join. പക്ഷെ I'm sure you will all join കാരണം അത്രയും worth ആണിത്. Maybe it will become our career, so we can keep on improving ourselves, especially our passion അല്ലെങ്കിൽ നമ്മുടെ ഹോബി നമുക്ക് ഡെഫിനറ്റ്ലി ഇംപ്രൂവ് ചെയ്യാം. ഡെഫിനറ്റ്ലി ഡു ഗീവ് ഇറ്റ് എ ട്രൈ. ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആൻഡ്
ഇന്നത്തെ വീഡിയോ അടിപൊളിയായിരിക്കും. കാരണം ഞങ്ങൾ പോകുന്ന ഒരു കിഡിലൻ റിസോർട്ടിലേക്കാണ്. ഒരു കിഡിലൻ ആളും ഉണ്ട് നമ്മുടെ ഇവിടെ. ഓക്കെ, എന്തായി കൊച്ചു പയ്യനെ ഇൻട്രൊഡ്യൂസ് ചെയ്യായിരുന്നു ഞങ്ങൾ പറയാം. വേദുവിന് കളിക്കാൻ ആരുമില്ല, അപ്പൊ വേദുവിന്റെ ഏജിലുള്ള ആരെങ്കിലും കൂടെ വരണം. അതെ, ഞാൻ പറഞ്ഞു ഈ ഇടയായിട്ട് ജെഫ്രിന് കുറച്ച് നാണം കൂടുതലാണ്. അതെന്താന്ന് അറിയാലോ, ഞാൻ ഇപ്പൊ പറയണോ? ഞാൻ പറയണോ? അപ്പൊ അതെ, നമുക്ക് EV വാങ്ങിയതിൽ എല്ലാ ദിവസവും ഭയങ്കര സന്തോഷമല്ലേ? ഇടയ്ക്കിടയ്ക്ക് അത് പറയും. പെട്രോളിന് ഇപ്പൊ എത്രയും വില? പെട്രോള് 106 107 തോന്നുന്നു. എനിക്കത് അറിഞ്ഞതിൽ ഒരു കുഴപ്പമില്ല. ഇലക്ട്രിക് ബൈക്കും മേടിക്കും, ഇലക്ട്രിക് കാറും മേടിക്കും, ഉടനെ വാങ്ങും. ഇല്ലാണ്ട് എന്നെ കൊണ്ട് പഠിക്കാം. അതെ, അപ്പൊ നമുക്ക് നേരെ ഇന്ന് ആ വിഷമത്തിന് വേണ്ടി ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കാം. പെട്രോൾ വില കൂടിയല്ലേ? നമ്മളെപ്പോഴും അടിച്ചു പൊളിക്കുമല്ലോ. അല്ല, നമുക്ക് ഈ വ്ളോഗ് പെട്രോൾ വില കൂടിയെന്നുള്ള ഒരു പ്രതിഷേധമായിട്ട് തന്നെ എടുക്കാം. അടിച്ചു പൊളിക്കാം അല്ലേ? ഓക്കെ. കേറി പോകുമ്പോ തന്നെ എങ്ങനെയുണ്ട് ജെഫ്രി? എങ്ങനെയുണ്ട് പ്രിയ? ശരിക്കും ഒരു ഫോറസ്റ്റ് അല്ലേ? ശരിക്കും ഒരു ഭയങ്കര ഫീലാണ്. എനിക്കറിയാം, ഞാനിത് കേറുന്നതിന് മുമ്പ് ഞാൻ പറയാണ്, ഞാൻ ഗൂഗിളിലെ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇവിടെ താമസിച്ച 2-3 പേരോടും കൂടെ സംസാരിച്ചിട്ടുണ്ട്. എവ്രി വൺ യുനാനിമസ്ലി സെഡ് ഇറ്റ് ഇസ് റിയലി ഗുഡ്. അപ്പൊ ഫുൾ എക്സ്പെക്ടേഷനിലാണ് വന്നിരിക്കുന്നത്. കേറി വരുമ്പോ തന്നെ എങ്ങനെയുണ്ട് പറയാ? ഭയങ്കര വൈബല്ലേ? നോക്ക്, ഇത് ശരിക്കും ഇതിന്റെ അടിയിൽ വെള്ളം തന്നെയാണ്. നമ്മള് ഹോട്ടലിന്റെ അകത്താണെങ്കിലും വെള്ളം തന്നെയാണ്. ഫിഷ് ഒക്കെ ഉണ്ട്. വേറെ ഫിഷിനെ കണ്ടാ? നോക്ക് എത്ര ഫിഷാന്ന് നോക്ക്. ജെഫ്രി, എന്തെങ്കിലും പറയാണ്ടാ? ഒന്നും പറയാനില്ല. ഭയങ്കര ഫീലാണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു ലോബി അല്ലെങ്കിൽ ഒരു റിസപ്ഷൻ ഏരിയ ഇതുവരെ കണ്ടിട്ടില്ല അല്ലേ? ആൻഡ് മ്യൂസിക്കും ഭയങ്കര കാമിങ് ആണ്. ആക്ച്വലി ഒരു വെൽനെസ് റിട്രീറ്റിന് ഒരു തീമാണിത്. സോ ആ ഒരു ഫീലിംഗ് നമ്മൾ ഇവിടുന്ന് പോകുമ്പോ എക്സ്ട്രീംലി വെല്ലായിട്ടേ പോകുള്ളൂ. എനിക്ക് ഭയങ്കര ഒരു കേരള മോഡേൺ പ്ലസ് ഒരു ട്രഡീഷണൽ സെറ്റപ്പ് എനിക്ക് തോന്നുന്നത്. പ്രിയ, എന്തെങ്കിലും സ്മെല്ല് കിട്ടുന്നുണ്ടോ? ചന്ദനത്തിന്റെ വേണോ? വെരി നൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓരോ സ്ഥലത്തെ ഓരോ വിഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്. അവരിതാ നോക്കാം, കേറി വന്നപ്പോൾ തന്നെ കണ്ടില്ലേ? താഴെ കണ്ടു. അതെ, ഓരോ കോർണറിൽ ഞാൻ നോക്കി നടക്കുക. ഫാൻ്റെ ഒന്നും ആവശ്യമില്ല. ഓ, ഇവിടുന്ന് തന്നെ വ്യൂ കാണാൻ പ്രിയ. അത് നോക്ക്, അങ്ങോട്ടൊന്ന് പോയി നോക്കിട്ട് വരാം. ജെഫ്രി പൂളുണ്ട്. ജെഫ്രി അതിന് എന്നെയാ വെയിറ്റ് ചെയ്തല്ലേ? സോ നൈസ്. അത് നോക്ക്, അവിടുന്ന് വ്യൂ നിങ്ങൾക്ക് കാണാവോ? എന്താ പറയാ, ചിരി നിർത്താൻ പറ്റുന്നില്ല അല്ലേ? അവിടെ അതെ, ബെസ്റ്റ് പാർട്ട് വലിയ തിരക്കുമില്ല, അപ്പൊ പൂളൊക്കെ ഉപയോഗിക്കാം. ശരിക്കും ഇവിടെ വന്നിട്ട് തന്നെ ഞങ്ങളുടെ റൂം ഒന്നും കണ്ടിട്ടില്ല, പക്ഷെ കേറുമ്പോ തന്നെ ആ ഒരു വൈബ് ഉണ്ടല്ലോ. ഇറ്റ്സ് സംതിങ് ഡിഫറെന്റ്. വൈബ് ഇസ് സംതിങ് അൺബിലീവബിളി ഗുഡ്. ഒരു പോസിറ്റീവ്നെസ് ആണ്. ചില സ്ഥലത്തൊക്കെ കയറി ചെല്ലുമ്പോൾ നമുക്കത് കിട്ടും. ചില സ്ഥലത്ത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, യുക്രൈനിലൊക്കെ നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് ആ റൂമിൽ ഒരു നല്ല റൂമാണെങ്കിൽ ഒരു മനസ്സിനൊരു സന്തോഷം കിട്ടില്ലെങ്കിൽ നമ്മൾ മാറാറുണ്ട്. പക്ഷെ ഇവിടെ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ് കയറുമ്പോൾ തന്നെ അല്ലേ? ആണല്ലോ. ജെഫ്രിനാണ് കേട്ടോ പോസിറ്റീവിന്റെ ആളാണ്. നെഗറ്റീവ് പെട്ടെന്ന് അടിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. ഓ, അതാണ് ഞാൻ കരുക്ക് കിട്ടിയതിന്റെ സന്തോഷം. അതുകൊണ്ട് ഇതാണ് ജെഫ്രി പ്രശ്നം. എന്താണ്? കരുക്കിലല്ല, അതിന്റെ ഇതിലാണ്, ഡെക്കറേഷനിലാണ് പ്രിയ വീണിരിക്കുന്നത്. ഇതൊക്കെ കണ്ട, ഇതൊക്കെ എപ്പോഴും അറിയില്ല അറ്റൻഷൻ ടു ഡീറ്റെയിൽ. ഒരു കരുക്ക് പ്രസന്റ് ചെയ്യുന്നതും ഇതിലൊക്കെയാണ് ഈ എക്സ്ട്രാ ലക്ഷറി അല്ലെങ്കിൽ പ്രീമിയംനെസ് അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് സർവീസ് ഒക്കെ നമ്മൾ റേറ്റ് ചെയ്യുന്നത്. ഓറഞ്ചിന്റെ ഒരു സ്ലൈസ് വെച്ചിട്ട്, എന്തിനാ അത്? ഓബ്വിയസ്ലി ഓറഞ്ച് ഇൻഫ്യൂസ്ഡ് കരുക്കൊന്നല്ല, പക്ഷെ ഇറ്റ് ലുക്ക് സംതിങ് ഡിഫറെന്റ്. ഒരു ഇഫേർട്ട് എടുത്ത ഒരു ഫീലിംഗ് അല്ലേ? സോ ഓൾ ദിസ് മേക്സ് എ റിസോർട്ട് എക്സ്ട്രാ സ്പെഷ്യൽ. എന്താ ഞാൻ പറഞ്ഞ ഇത് കുടിച്ചോണ്ട് ഈ സൂദനിങ് സോങ് കേട്ടോണ്ട് ഈ കാറ്റും കണ്ടോണ്ട് കാറ്റും കൊണ്ടോണ്ട് വ്യൂവും കണ്ടോണ്ട് ഇവിടെ തന്നെ ഇരിക്കാൻ നമുക്ക് പോവാല്ലേ? നമ്മൾ പൊതുവെ എപ്പോഴും റിസോർട്ടിൽ ആദ്യമേ റൂം ടൂറാണ് കാണിക്കുന്നത്. പക്ഷെ ഇന്ന് റൂം ടൂർ കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. കാരണം അത്ര സ്പെഷ്യലാണ് റൂം. ആൻഡ് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. സോ ആദ്യമായിട്ട് നമ്മുടെ റിസോർട്ട് റിവ്യൂവിൽ ഫുഡായിരിക്കും ആദ്യം കാണിക്കുന്നത്. വേദുവിനും ഹംഗ്രി ആയിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മളൊരു കിഡിലൻ റൂം ടൂർ ആയിരിക്കും.
ആ ഒന്നൊന്നര റൂം ടൂർ ആയിരിക്കും, ബാക്കി റിസോർട്ടൊക്കെ കാണിക്കാം. പക്ഷെ ആദ്യമേ ഫുഡ്, അത് കഴിഞ്ഞിട്ട് റൂം ടൂർ. എന്താ ജെഫ്രിക്ക് വിശക്കുന്നില്ലാന്ന് എന്റെ മുഖത്ത് നോക്കിട്ട് തന്നെ പറയാൻ. നമ്മള് നേരത്തെ വരുമ്പോ തന്നെ വിളിച്ച് ഓർഡർ ചെയ്തായിരുന്നു, കാരണം വഴിയിലൊന്നും ഇറങ്ങുന്നില്ല എന്ന് വിചാരിച്ച് ഇവിടെ തന്നെ ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു. 4 ടൈപ്പാണ്. ഇപ്പൊ ബുഫേ ഒന്നും ഇല്ല. ഇപ്പൊ ചൈനീസ് ഉണ്ട്, കോണ്ടിനെന്റൽ ഉണ്ട്, നാടൻ ഉണ്ട്, നോർത്ത് ഇന്ത്യൻ ഉണ്ട്. നാടൻ ഫുഡ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്, അത് നാളെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോ നമ്മള് ചൈനീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ റെസ്റ്റോറന്റ് ആംബിയൻസ് കാണിച്ചു തരാം. ഒരു സ്പെഷ്യൽ എലിമെന്റ് ഉണ്ട്. ഇതൊക്കെ ഇറ്റ്സ് മേക്കിംഗ് ദിസ് സ്റ്റേ സംതിങ്. അത് പ്രിയനെ വരട്ടെ, പ്രിയ ഒന്ന് വാഷ്റൂമിൽ പോയിരിക്കാണ്. ആ എലിമെന്റ്സ് ചെറിയ കാര്യമാണെങ്കിൽ ഇറ്റ്സ് ലുക്കിംഗ് അമേസിങ്. ഇവിടെ ഇഷ്ടമായ കാര്യം ഞാൻ പ്രിയനെ കാണിച്ചു തരുന്നു. റെസ്റ്റോറന്റ് എലിമെന്റ് ആക്ച്വലി ഒരു ആർട്ട് ഫോംസിന്റെ ഫേസസ്. പ്രിയ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ കഥകളി, പക്ഷെ കഥകളിയുടെ ഒരു ലുക്കല്ലല്ലോ. ഭയങ്കര ഒരു ഫീൽ അല്ലേ, എപ്പോഴും നോക്കിയാലും ചെടികളുണ്ട്. ഇത് നോക്ക്, സ്പൈസസ് ഒക്കെ വെച്ചിരിക്കുന്ന ബോട്ടിലാണ്. അവർ കേരള എലിമെന്റ് മാക്സിമം ഇൻഫ്യൂസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. റെസ്റ്റോറന്റിലാണെങ്കിലും ജസ്റ്റ് ടേബിൾ ഇതുപോലത്തെ ഒരു ഡെക്കറേഷൻ വെക്കുന്നതാണെങ്കിലും അതും കണ്ട് ഉരുളിയിലൊക്കെയാണ് വെക്കുന്നത്. സോ ഓൾ ദാറ്റ് മേക്സ് ഒരു കേരള ഫീലിംഗ് മാക്സിമം അവർ പ്രൊമോട്ട് ചെയ്യും. ചാക്കില് കേരള സ്പൈസസ്, ഓറുണ്ട്. അടിപൊളി അല്ലേ? അതെ, ജെഫ്രി തന്നെ തുടങ്ങട്ടെ. ഐശ്വര്യത്തോടെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് പറയാനായിട്ട്. അടിപൊളിയാ? എന്താ എല്ലാവർക്കും ഒരു ഭയങ്കര ചിരി ഇവിടെ വന്നേ, പിന്നെ നിർത്താൻ പറ്റുന്നില്ല. അറിയില്ല അല്ലേ? ഞാൻ പറഞ്ഞു തരാം എന്താ കാരണം. ആ ഫോണിൽ കുറെ നേരം ഇരിക്കുന്നോണ്ടാ. ബിസിയാണല്ലോ. അതൊന്നല്ല. അപ്പൊ സൂപ്പ് എങ്ങനെയുണ്ട് നോക്കുന്നത്. എന്തായാലും ഇവിടുത്തെ കേരള ഫുഡ് അടിപൊളിയായിരിക്കും. ചൈനീസും കോണ്ടിനെന്റലൊക്കെയാണ് ഒന്ന് ട്രൈ നോക്കണ്ടേ. കൊള്ളാം. ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ്. അത് തന്നെ പക്ക ഹോട്ട് ആൻഡ് ചെറിയൊരു സോർനെസ് ഉള്ള സൂപ്പ്. പക്ഷെ ഇവർ ഫ്രൈഡ് നൂഡിൽസ് ഇട്ടിട്ടുണ്ട് മുകളിൽ. അതിന്റെ ഒരു ക്രഞ്ചിനെസ്സും കൂടെ വന്നു കഴിയുമ്പോൾ അതുകൊണ്ട് ഈ വെജിറ്റബിൾസിനൊക്കെ ഫ്രഷ്നെസ് നന്നായി അറിയാവുന്നുണ്ട്. ഒരുപാട് നേരമായിട്ട് വേവിച്ചിട്ടില്ല അല്ലേ? സൂപ്പിൽ കിടന്നാലും ഈ ക്യാരറ്റ്സിലും അതിലൊക്കെ ചെറിയായിട്ട് ഒരു ബൈറ്റും വരുന്നുണ്ട്. വണ്ടർഫുൾ സ്റ്റാർട്ട്. അതുകൊണ്ട് പെർഫെക്റ്റ് ആംബിയൻസ് ഓൾസോ. ഫുഡ് തരാറായി. അതിന് മുമ്പുള്ള സന്തോഷത്തിന്റെ കാരണം പറ. വലിയ പ്ലേറ്റ് കണ്ട, പ്ലേറ്റിന്റെ സൈസ് കണ്ട, വലിയ പ്ലേറ്റ്. ജെഫ്രിനെ പറ്റിയ പ്ലേറ്റ്. അപ്പൊ എനിക്കോ? നിങ്ങൾക്ക് പറ്റിയ പ്ലേറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ സെറ്റ് മെനു ആണ്. അപ്പൊ സെറ്റ് മെനുവിൽ നമ്മുടെ സൂപ്പ് ഞാൻ കാണിച്ചു. ഇത് എഗ് ഫ്രൈഡ് റൈസ് ആണ്. നമുക്ക് ഞാൻ പറഞ്ഞ 4 ടൈപ്പ് സെറ്റ് മെനു ഉണ്ട്. ഒന്നെങ്കിൽ ചൈനീസ്, നോർത്ത് ഇന്ത്യൻ, കേരള അല്ലെങ്കിൽ കോണ്ടിനെന്റൽ ഓർഡർ ചെയ്യാം. ഇത് ചിക്കൻ എഗ് ഫ്രൈഡ് റൈസ്, ഇത് ചില്ലി ഫിഷ്, ഇത് പ്രിയയുടെ ഫേവറേറ്റ് തായ് ഗ്രീൻ കറി, വെജ് ആണ്, ആൻഡ് കങ്പൗ ചിക്കൻ. ഇത് ഞാൻ എന്താ ടേബിളിൽ വരുന്നതിന് മുമ്പ് എടുത്തതെന്ന് അറിയാലോ. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു അറ്റാക്ക് ആയിരിക്കും. അതുകൊണ്ട് പിന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇനി ചെയ്യുന്നുള്ളൂ. എനിക്കല്ലെങ്കിൽ ഫുഡ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഫുഡിൽ മുമ്പ് വെച്ചിട്ട് വീഡിയോ എടുക്കണം, വെയിറ്റ് ചെയ്യുന്നത് എങ്ങനെ പറ്റും? ഞാൻ വെയിറ്റ് ചെയ്യാറില്ലേ? ഞങ്ങൾക്ക് പറ്റൂല. 1 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് 2, 3, 4, 5 മിനിറ്റ് ഒക്കെ നടക്കില്ല. ചൂടോടെ വെച്ചിട്ടുണ്ടാവും ഫുഡ്. അപ്പൊ ഇപ്പൊ കഴിച്ചു നോക്കാം. പറഞ്ഞ പോലെ എഗ് ഫ്രൈഡ് റൈസ്, ചില്ലി ഫിഷ്, കങ്പൗ ചിക്കൻ, തായ് റെഡ് കറി ഉണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അതാണ് രണ്ടാമത് ചോദിച്ചു വാങ്ങിയ. ഞാൻ കഴിച്ച് തുടങ്ങുന്നതിന് മുമ്പ് രണ്ടാമത് ഞാൻ ചോദിച്ചു, കാരണം കിട്ടില്ല. തായ് വെജ് അതെങ്ങനെയുണ്ട്? അതിനെ വെജ് ആണല്ലോ. ഓക്കെ, ഇതൊക്കെ ഒന്ന് ഓർത്തിരുന്നോണ്ട് ടേസ്റ്റ്. പ്രിയ, ഞങ്ങൾക്ക് ചിലപ്പോ ഒന്ന് തായ്ലൻഡ് പോകേണ്ടി വരും ഫുഡ് കഴിക്കാൻ. ഞാൻ തായ്ലൻഡിലെ കാര്യം പറയാൻ അവിടുത്തെ കരിക്കിന്റെ മധുരം. ഓ, അത് കൊതിപ്പിക്കുക പ്രിയ. അപ്പൊ പിന്നെ ഞങ്ങൾ എങ്ങനെ പോവാതിരിക്കും? അത്ര മധുരമൊന്നുമില്ല. ചിക്കനും മീറ്റ് മാത്രമായിട്ട് വെച്ച് നോക്കാം. കങ്പൗ ചിക്കൻ. സോ കങ്പൗ ചിക്കനിൽ നമ്മൾ ഒരു ടൊമാറ്റോ, സോയ അതൊക്കെ തന്നെ, പക്ഷെ നട്ട്സ് കാണും. ആൻഡ് നോക്കട്ടെ, ഇവർ ആക്ച്വലി സ്റ്റർ ഫ്രൈ ചെയ്താണ് ചിക്കൻ തന്നിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ കൂടെ അതുകൊണ്ട് ഒരു ചെറിയ ക്രിസ്പിനെസ് ഉണ്ട്. അതിൻ്റെ കൂടെ പിന്നെ സോസൊക്കെ ഇട്ട് സോട്ട് ചെയ്തിട്ട് ഇതിൽ കുറച്ച് കാഷ്യൂ നട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഐ എം സോ ഷോക്ക്ഡ് ആൻഡ് ഐ കാണ്ട് ബിലീവ് ഐ എം സേയിങ് ദിസ്. ഞാൻ വെജ് കറി ആക്ച്വലി റിവ്യൂ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്യാമറ ഓഫ് ചെയ്താൽ, പക്ഷേ ഇത് രണ്ടിനെയും കാട്ടി ഹൈലൈറ്റ് വെജാണ്.
ഇതിലും കണ്ട് ചിക്കനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ആർക്കും കിട്ടില്ലായിരുന്നു. ശരിക്കും തായിലെ ഗ്രീൻ കറിയുടെ ടേസ്റ്റ് ആണ്. പ്രോപ്പർ ലെമൺ ഗ്രാസും ഒരു ചെറിയൊരു കഫീർ ലൈമിൻ്റെയും പിന്നെ കോക്കനട്ട് മിൽക്കിൻ്റെയും പെർഫെക്റ്റ് ടെക്സ്ചർ, പെർഫെക്റ്റ് ടേസ്റ്റ് ആൻഡ് ഫ്രൈഡ് റൈസ് ഇസ് പെർഫെക്റ്റ്. ഒരു കാര്യം പറയാനുണ്ട്, ഇവിടെ വെൽനസ് റിസോർട്ടാണ്. സോ ഇതൊക്കെ കഴിച്ചാലും ഇവർ ഷുഗർ ഇല്ലാത്ത ഒരു സംഭവമാണ്. അപ്പൊ ഡിസേർട്ട്സ് ഇല്ല. ഷുഗർ ഫ്രീ ഡെസേർട്ട് ഉണ്ടല്ലോ. 2 ദിവസം ഷുഗർ കഴിക്കരുത്. ചായയും കോഫിയിൽ ഒന്നിലും ഷുഗർ ഇല്ല. ആർക്കും വേണ്ടാത്ത ആരെയും പറയണത്. ക്യാമറ പിടിച്ചിരിക്കുന്ന ആളാണ് 2 ദിവസം സഹിക്കാൻ വേണം. ഈ ഡിസേർട്ടിന്റെ ഭംഗി തന്നെ നമുക്ക് ബ്രൗണിയാണ്. ബ്രൗണി, ചോക്ലേറ്റ് ബ്രൗണി, അതിന്റെ മുകളിൽ കുറച്ച് നട്ട്സും അതിന്റെ മുകളിൽ ഒരു പൂ ഇട്ടിട്ടുണ്ട്. അത് സ്നേഹത്തിന് അവർ. അതെ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പൂ തന്നൂടെ ജെഫ്രി? എന്തായാലും പ്രിയ തരാറില്ല. ഇല്ല, ഒരു ബൊക്കെ വാങ്ങിച്ചോളൂ. അത് വന്നപ്പോൾ കിട്ടി ഇവിടുന്ന്. അതല്ലാതെ ചെറീസ് ഉണ്ട്, കുറച്ച് ഒരു ഫ്രൂട്ട് കോംബോ പോലത്തെ ഒരു മിക്സ് ഉണ്ട്, വെനില ഐസ്ക്രീം ഉണ്ട്. ജെഫ്രി കഴിച്ചു തുടങ്ങി. ഞാൻ കഴിച്ചു തുടങ്ങി. എങ്ങനെയുണ്ട്? അടിപൊളി. ഓക്കെ, ഇതൊക്കെ എക്സ്ട്രാ സ്പെഷ്യൽ, സംതിങ് വിച്ച് ഇസ് എക്സ്ട്രാ സ്പെഷ്യൽ ആൻഡ് ഒരു ബിഗ് താങ്ക്സ് ടു ദ ഷെഫ്. ഇപ്പോൾ ബ്രൗണി ആദ്യമേ വാൾനട്ട് ബ്രൗണിയാന്ന് തോന്നുന്നത്. ബ്രൗണി നമുക്ക് ആദ്യമേ ഐസ്ക്രീം ഒന്നും ഇല്ലാതെ കഴിക്കാം. അല്ല, അതിൽ നിന്ന് എടുത്ത് കഴിക്കാന്ന്. ഇതിന്നല്ലേ? അപ്പൊ ഞാൻ അതിൽ നിന്ന് എടുക്കും. അല്ലേ, ഞാൻ കഴിച്ചല്ലോ. എനിക്ക് ഫേവറേറ്റ് ടൈപ്പ് ബ്രൗണി. എനിക്ക് ക്രംബ്ലി ബ്രൗണി ഇഷ്ടമല്ല, നല്ല ഡെൻസ് ആയിരിക്കണം. ഞാൻ അതിൻ്റെ കൂടെ വാൾനട്ടും കൂടെ ഉള്ളപ്പോൾ എനിക്കറിയില്ല, വാനില ഐസ്ക്രീം ചിലപ്പോൾ തൊടില്ല. ഞാൻ മിഡിലുള്ളതെന്ന് കഴിച്ചത് ജപ്പിന് എന്തൊക്കെയാ കഴിക്കാൻ പറയാം. അങ്ങനെ കഴിക്കുമ്പോൾ ആ ഒട്ടിപ്പിടിക്കണം, ആ ഒരു രീതിയിലുള്ള ചോക്ലേറ്റ് ബ്രൗണിയാണ്. നോക്കട്ടെ, ഫ്രൂട്ട് പൾപ്പ് പോലത്തെ എന്തോ ഉണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ്. ഒരു ഫ്രൂട്ട് സാലഡിൽ കൽക്കണ്ടവും എന്തോ സിനമണൊക്കെ ഇട്ട ടേസ്റ്റ്, ഭയങ്കര സംഭവം. ആ ചെറിയ എലമെന്റ് ആണെങ്കിലും ഞാൻ വെച്ചാൽ അത് ഡിസൈനിങ്ങിന് വേണ്ടി മാത്രം വെച്ചിരിക്കുന്നത്. പക്ഷെ ദാറ്റ് ടേസ്റ്റ് റിയലി ഗുഡ്. അതാണ് ദ തോട്ട് ഓഫ് പ്ലേറ്റിംഗ് ദിസ് ഫുഡ് ആൻഡ് അതിൽ ഓരോ എലിമെന്റ്സ് മീൻ സംതിങ്. ഇതുണ്ടോ പ്രിയ, ബ്രൗണിയുടെ അടിയിൽ അവർ ഒരു വാഴയിലയുടെ ഒരു ചെറിയ പീസ് വെച്ചിട്ടുണ്ട്. സോ കഴിക്കുമ്പോൾ ഒരു ഡിഫറെന്റ് കളേഴ്സിന്റെ എലിമെന്റ്സ് വരാനേ ആരെങ്കിലും ആലോചിക്കുമോ? സോ ഹൗ മച്ച് തോട്ട് ഗോസ് ഇൻ ടു ദിസ് ഡിഷ്. ലാസ്റ്റ് സ്പൂണും കഴിച്ച് സമാധാനത്തോടെ ഇനി എല്ലാവർക്കും സന്തോഷത്തോടെ റൂം ടൂർ ചെയ്യാലോ. സത്യം, ജെഫ്രിനാണ് ജെഫ്രിന്റെ റൂം ടൂർ ചെയ്യേണ്ടത്. കേട്ടല്ലോ പ്രിയ, നമ്മുടെ റൂം ചെയ്യുക. ടിപ്സ് ഒക്കെ വാങ്ങിയെടുത്തോ കേട്ടാ. ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, എപ്പോഴും കേൾക്കണല്ലേ. നോക്കിയത് ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ബട്ടർഫ്ലൈസ് ആണ്, ഫ്ലവേഴ്സ് കണ്ടിട്ട്. മെയിൻ സംഭവം അവിടെ ആയിരിക്കും ജെഫ്രി. അത് പിന്നെ കാണിക്കാം, ഇപ്പൊ കാണിച്ചു കഴിഞ്ഞാൽ ലുക്ക് കാണില്ല. കാറ്റും അവിടെ ഇരിക്കാനുള്ള ചെയറും അതിലേ. ഓക്കെ, ഓ അപ്പൊ കുഴപ്പമില്ലല്ലോ. എന്തെങ്കിലും പറ. ഒരു ഫ്രണ്ട് കിട്ടിയിട്ടുണ്ട്. ആ, വേദു ഇപ്പൊ അത് ആരുടെ കൂടെ പോവാത്ത പൊതുവേ. പക്ഷെ ഫിഷ് ഫീഡിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വേറെ നാളെ കാണിക്കാം. ഇന്നിപ്പോ എല്ലാം കൂടെ കാണിക്കാൻ പറ്റില്ല, കാരണം കുറെ കാര്യങ്ങളുണ്ട് കാണിക്കാൻ. അതിനാണല്ലോ ഓടുന്നത്. ആ ശരി മാഡം. സീരിയസ് പ്രിയത ഊഞ്ഞാലൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അതെ, ഇത് ആക്ച്വലി റിസോർട്ടില് 8 ഏക്കറിൽ വെറും 27 റൂംസേ ഉള്ളൂ. സോ യു ക്യാൻ ഇമാജിൻ ഹൗ ഗുഡ് ഇറ്റ് ഈസ്. ഇവിടെ 3-4 കാറ്റഗറീസ് ഉണ്ട്. എന്താ പറഞ്ഞേ? ഓരോ റിസോർട്ടിനെ ഓരോ പേരും വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. അത് പമ്പ. എന്തെങ്കിലും തീം ഉണ്ടോ? പ്രാവ്. ഓ ഓ, നമ്മുടെ ഫ്ലവറിന്റെ ആണല്ലോ പ്രിയ. അയ്യോ, ഓക്കെ. അപ്പൊ അതാണ് റൂം. അപ്പൊ റൂം ടൂർ പിന്നെ ചെയ്യാം. ഐ മീൻ പ്രിയ എല്ലാം പോയി കാണട്ടെ, അല്ലെങ്കിൽ ഭയങ്കര ഓ ആയിപ്പോ. ഗൈസ്, റൂമിനെ കുറിച്ച് ഞാൻ പറയാണ്. അവിടെ ഓ മൈ ഗോഡ് എന്നൊക്കെ പറയുന്നുണ്ട്. 4 ടൈപ്പ് റൂംസ് ആണ്. ഒന്ന് ബേസിക് റൂം, പിന്നെ ഒന്ന് പൂൾ വില്ല, ഒന്ന് ബാക്ക് വാട്ടേഴ്സ് പൂൾ വില്ല, പിന്നെ പ്രസിഡൻഷ്യൽ സ്യൂട്ട് ആൻഡ് പ്രസിഡൻഷ്യൽ സ്യൂട്ട് വിത്ത് വില്ല. അപ്പം നമ്മൾക്കിപ്പം എടുത്തിരിക്കുന്നത് ഒരു ബാക്ക് വാട്ടർ പൂൾ
ബ്ലാക്ക് വാട്ടർ വ്യൂ വിത്ത് പൂളും പിന്നെ ഒന്ന് സാധാരണ പൂൾ വില്ലയാണ്. സോ രണ്ടും പ്രൈവറ്റ് പൂൾ ഉണ്ട്. അപ്പോൾ രണ്ടും കാണിച്ചു തരാം. പക്ഷേ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ പൂൾ ഉള്ളത് തന്നെ എടുക്കണം കേട്ടോ, പ്രൈവറ്റ് പൂൾ. കാരണം ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫീലിംഗ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യണമെങ്കിൽ നേരിട്ട് ഞാൻ കൊടുക്കുന്ന നമ്പറിൽ, ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ബിക്കോസ് ഓൺലൈനും കാട്ടി ബെറ്റർ റേറ്റ്സ് കിട്ടുന്ന എന്തായാലും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഈ വ്ളോഗിൻ്റെ അവസാനവും അടുത്ത വ്ളോഗിലൊക്കെ ആയിട്ട് പറയാം. Hi guys, welcome to Niramaya Backwaters Retreat. Retreat Kumaragam. Yes. അത് റൂം കണ്ട എക്സൈറ്റ്മെന്റിലാണ്. ഭയങ്കര സൂപ്പർ റൂം എന്ന് പറഞ്ഞാ ഞാൻ പറഞ്ഞില്ലേ, പ്രിയക്ക് ഒരു ഷോക്ക് ഓഫ് ദ ലൈഫ് ആയിരിക്കും ഇത് കാണുമ്പോ. ഭംഗിയാണ്, ഫീലാണ്, ട്രഡീഷണൽ ആണ്. പിന്നെ ഒരു പ്ലസ് പോയിന്റ് എന്താ വെച്ചാൽ എനിക്ക് സൺസെറ്റ് എന്റെ ബെഡ്റൂം തന്നെ ഇരുന്ന് കാണാം. അതെ, അപ്പൊ തുടങ്ങാം. നമ്മുടെ റൂമിന്റെ പേര് കണിക്കൊന്നാണ്. 2 കൊട വെച്ചിട്ടുണ്ട്. എന്ത് കണിക്കൊന്ന പോലും എന്താ നല്ല സുന്ദരിയാന്നോ സ്വഭാവം. പിന്നെ കൊടയും എന്നെ ഉദ്ദേശിച്ചു വെച്ചതായിരിക്കും. ഏത് കൊട അല്ലേ? വെൽക്കം ടു റൂം, പ്രിയാസ് റൂം ടൂർ. ഇപ്പൊ ഞാനത് പറയാൻ മറന്നു. അത് എക്സൈറ്റ്മെന്റ് കൂടുന്നുണ്ട്. ഈ മിറർ ഉണ്ടോ, ഭയങ്കര ഹൈറ്റില് വലിയ മിറർ ഉണ്ട്. അതിന്റെ കൂടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, 2 ലൈറ്റ് വെക്കി. ഭയങ്കര രസമായിട്ടുണ്ട്. ഫുൾ ഒരു കേരള ടച്ചിലാണ് ഫുൾ ചെയ്തിരിക്കുന്നത്. ഡോറൊക്കെ ഇഷ്ടമായി. ഇത് നോക്കാം. ഇത് എന്തോ ഒരു പോസിറ്റീവ് ആണ്. നോക്കി ഇമേജ്. ഇത് നോക്ക് ജെഫ്രൻ, വിളക്ക് കൊള്ളാല്ലേ? ശരിക്കും ഒരു ലൈറ്റ് കത്തിരിക്കുന്ന പോലെ ഇല്ലേ? ഇങ്ങനത്തെ ഒരു പെയിന്റിംഗ് നമ്മൾ എവിടെ റൂമിൽ കണ്ടിട്ടില്ല. സോ വെൽക്കം ടു അവർ റൂം. ഇവിടെ എനിക്ക് ബെഡിൽ കേറണമെങ്കിൽ എനിക്ക് ഡിസൈൻ കളയല്ലേ, കണ്ട നല്ല ഭംഗിയുണ്ട്. എനിക്കൊന്ന് കണിക്കുന്ന പൂമാരി, കണിക്കുന്ന പൂവല്ല ഇത്, എന്നാലും ഒരു ഏർത്തിന്റെ ഒക്കെ ഒരു തീമിനെ വെച്ച് ചെയ്തിരിക്കുക. ശരിക്കും ഒരു 4 പഴയ രീതിയിലുള്ള ബെഡ്. വേദു വന്ന് ഇത്രയും. പിന്നെ എന്താണെന്നറിയോ, ഇവിടെ എല്ലാം ഇതുപോലെ ഈ ഒരു ജൂട്ടും ചൂരലിലും വുഡിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, ട്രഡീഷണൽ ആയിട്ട് എല്ലാം ചെയ്തിരിക്കുന്നത്. കട്ടിൽ ഇത് നോക്കിയേ, കട്ടിലിന്റെ ഡിസൈൻ, ഫാൻ സംഭവം തന്നെ സൂപ്പർ ആയിട്ടല്ലേ. ഈവൻ സീലിംഗ് എന്ത് കാണിക്കണം എന്നറിയില്ല എക്സൈറ്റ്മെന്റ് കാരണം. ഇവിടെ ടേബിളും കോഫി ടീ എല്ലാം ഉണ്ട്. ഫ്രിഡ്ജിന്റെ അകത്തൊന്നും കാണില്ല കോവിഡ് കാരണം. പക്ഷെ ഇത് കണ്ട കോഫി ടീ ഒക്കെ ഉണ്ട്. ഇത് ആരിത്? അതെന്താ ഹാപ്പിനെസ് കൊണ്ടാ ചൂരലിട്ട് നല്ല രസമുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ സംഭവം അത് ലാസ്റ്റ് കാണിക്കാം. ലാസ്റ്റ് മതിയോ? ഇപ്പൊ കാണിക്കാൻ ചെയറ് എല്ലാം അങ്ങനത്തെ ട്രഡീഷണൽ ആയിട്ടാണ്. ഫ്രൂട്ട്സ് ഇത് ഞാൻ കൊണ്ടുപോകും. ഫ്രൂട്ട്സ് ഇത് ഞാൻ കൊണ്ടുപോകും. ജഫറിന് ഫ്രൂട്ട്സ് വീക്ക്നെസ്. ഹൗസ് ബോട്ട്സ് ഒക്കെ ശരിക്കും ഒരു ലക്ഷറി കേരള ഹൗസ് അത്രേ പറയാൻ പറ്റുള്ളൂ. നല്ല രസമുണ്ട്. ഇതൊക്കെ നല്ല പോളിസ്ട്രി, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ചെയർസ് ആണ്. കേരളത്തിലെ റിസോർട്ട്സിന്റെ ക്വാളിറ്റിയെ ഓടിപ്പടച്ചു വരുന്നത്. ഇവിടെ മൂന്നാറും തേക്കടി 3ഉം കലക്ക. എത്ര നല്ല റിസോർട്ട്സ് അല്ലേ? അന്നെ ലോക്കിന്റെ ഇത് ഇവിടെ ഉണ്ടല്ലോ. ഇതൊന്നും എന്താ കാണാത്ത? എക്സൈറ്റ്മെന്റിൽ എല്ലാം മറന്നു പോകുന്നു. എനിക്ക് എന്ത് കാണിക്കണം എന്ന് അറിയില്ല. ഇത്രയും കോമഡി. അപ്പൊ ഞാനും പ്രിയ രാവിലെ റെഡി ആവാനുള്ള അടി ഉണ്ടാവില്ല. 2 വാഷ് ബേസിനുണ്ട്. ഇവിടെ അവരൊരു അറ്റൻഷൻ വേറെ കാര്യം ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയാം അറ്റൻഷന്റെ ഡീറ്റെയിൽ? എല്ലാ ടൗണിന്റെ മേത്ത് പൂ വെച്ചിട്ടുണ്ട്. കണ്ടോ, ചെറുതായിട്ടാണെങ്കിലും വെച്ചിട്ടുണ്ട്. ആൻഡ് ടബൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് കിട്ടിലെ ടബാണ്. ഓരോ എലിമെന്റ്സും ഈ കണ്ണാടി നോക്ക്, എന്ത് വലുതാന്ന് നോക്ക്. കാണാൻ പറ്റുന്നുണ്ട് അല്ലേ?
ഈവൻ ടോയ്ലറ്റിന്റെ മുകളിലുള്ള കാർപ്പറ്റിൽ വരെ ഫ്ലവർ വെച്ചിട്ടുണ്ട്. ഇതൊരു സ്പേഷ്യസ് ബാത്റൂം തന്നെ ഒരു 200 സ്ക്വയർ ഫീറ്റിന് അടുത്തുണ്ടെന്ന് തോന്നുന്നു. 1500 സ്ക്വയർ ഫീറ്റ് ആണ് ഈ റൂം. ഈവൻ ബാത്ടബിൽ കിടന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വ്യൂവും കാണാൻ പറ്റും. ഫുൾ പ്രൈവസി ആണ്. ആൻഡ് അവിടെ നമുക്ക് ഇതുപോലെ ചെടിയൊക്കെ കാണാം ബാത്ടബിൽ കിടന്നുകൊണ്ട്. പിന്നെ ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയായിട്ടില്ലേ? അല്ല, ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ട്. ഇത് ഷവർ ഏരിയ, ടബ്, ടോയ്ലറ്റ്, വാഷ് ബേസിൻ അല്ലേ? കഴിഞ്ഞില്ല ബാത്റൂം. തുറക്ക്. എന്താ ഐഡിയ കിട്ടിയാ? ഇനി അത് പോയി തുറക്ക്. അല്ല, ഔട്ട്ഡോർ ഷവർ. നോക്ക്. കണ്ട, ഔട്ട്ഡോർ ഷവർ ഉണ്ട്. ഇവിടെ ഒരു ഷവർ ഉണ്ട്. ഒരു ഔട്ട്ഡോർ ഷവർ ഇവിടെ ഉണ്ട്. ഇൻഡോർ ഷവറും ഉണ്ട്. ഭയങ്കര ഫീൽ. ഇത് ഫോറസ്റ്റിന് നടക്കുന്ന കുളിക്കുന്ന ഒരു ഫീൽ ആയിരിക്കും കൊണ്ടുവരാനായിട്ട്. എന്തൊരു എല്ലായിടത്തും എവിടെയൊക്കെ ഇവിടെയൊക്കെ സാധാരണ ചിലപ്പോൾ അഴുക്കൊക്കെ കിട്ടുന്നതാണ്. പക്ഷെ ഇവിടെ ഒന്നുമില്ല, അത്രയും ക്ലീൻ ആണ്. അതെ, ആ ഗ്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇത് ഗ്ലാസ്സാ, പക്ഷെ അറിയാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അത്രയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന റിസോർട്ട്സ് ആണ്. അപ്പോ ഇനിയാണ് നമ്മുടെ മെയിൻ വ്യൂ. കാണിക്ക്. വ്യൂ ഇല്ലാതെ എന്ത് ബെഡ്റൂം. ഫുൾ ഗ്ലാസ്. ഇത് നമ്മുടെ ബെഡ് നേരെ ഇതാണ്. ഇത് പ്രൈവറ്റ് പൂൾ. ഇവിടെ ഫാൻ ഉണ്ട്, ലോഞ്ച് ചെയർസ് ഉണ്ട്, 2 സീറ്റിംഗ് ഏരിയ ഉണ്ട്, പ്രൈവറ്റ് പൂൾ വിത്ത് ബാക്ക് വാട്ടേഴ്സ് വ്യൂ. ആൻഡ് അവിടെ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ലോൺ ഉണ്ട്. ലോണിൽ ഇരിക്കാൻ ചെയറും ഉണ്ട്. ഇത് നോക്കിക്കേ, ഇതൊന്നും കളർ ഫിൽറ്ററിങ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇതൊക്കെ നിങ്ങൾ കാണുന്ന നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സ് ആണ്. ആൻഡ് വാട്ട് മോർ അമേസിംഗ് how much more amazing can a place be? ചായ ഒരു പഴംപൊരും കഴിക്കുവാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയല്ലേ വേദു? തുടങ്ങി. ഇതാണ് നമ്മുടെ വില്ല. എന്ത് പറയാനാ, സൂപ്പർ ഫ്ലോർ വീട് മതി. കായലിന്റെ അടുത്ത് ഇങ്ങനൊരു വ്യൂ ഉള്ള ഇങ്ങനൊരു വീട്, പഴയ സ്റ്റൈലിലുള്ള കെട്ടണം. ഇങ്ങനെ ഓടൊക്കെ വെച്ച്. നമ്മുടെ റൂം അടിപൊളിയായിരുന്നില്ലേ? ഇനി ജെഫ്രിന്റെ റൂം തൊട്ടടുത്ത് തന്നെയാണ്. ആ റൂമിന്റെ പേരും ജെഫ്രിനായിട്ട് ഭയങ്കര സാമ്യമാണ്. പ്രാവ്. ജെഫ്രിന്റെ റൂമിന്റെ പേര് പ്രാവ് എന്നാണ്. കേറുന്നതിന് മുമ്പ് ഡയലോഗ് പറ. വെൽക്കം ടു ജെഫ്രിൻസ് റൂം ടൂർ. ഇവിടെ കറക്റ്റ് ആയിട്ട് ഒരു കോടയാണ് വെച്ചിരിക്കുന്നത്. ഒരു കോടയുണ്ട്. കല്യാണം കഴിച്ച ഒരെണ്ണം കൂടെ കിട്ടും. അപ്പൊ സെയിം കണ്ട, ഇവിടെ തന്നെ ഒരു മിറർ ഉണ്ട്, നല്ല ലൈറ്റ്സ് ഉണ്ട്. സോറി, വലിയ മിറർ ഉണ്ട്. ഇത് കണ്ട, ജെഫ്രിന്റെ വേറെ ടൈപ്പ് പെയിന്റിങ്. നല്ല സുന്ദരിയായ 2 ചേച്ചിമാര്. അതെ, എനിക്ക് കൂട്ടില്ലല്ലോ കാരണം രണ്ടുപേരും തന്നില്ല. പിന്നെ ജെഫ്രിനും സെയിം, കട്ടിലൊക്കെ സെയിം ആണ്. ഓൾമോസ്റ്റ് ഇന്റീരിയേഴ്സ് ഒക്കെ സെയിം ആണ്. നമ്മൾ ഇത് കാണാൻ പോവാണ്. എവിടെ കാണാൻ പോകുന്നത്? TV ഒക്കെ ഉണ്ട്, കാണാൻ ലഗേജ് റാക്ക് ഉണ്ട്. ബാത്റൂം കാണിച്ചു നോക്ക്, സെയിം തന്നെയാണോ നോക്കണം. സെയിം. ഇതൊക്കെ നമ്മുടെ റൂമിലെ സെയിം തന്നെ. അത്യാവശ്യം സെയിം സ്പേസും ആണ്. ഇവിടെ ചെറിയ മിറർ ജെഫ്രിന് എനിക്ക് ഫിറ്റ് ആവില്ല. എപ്പോഴും എനിക്ക് ബോഡി നോക്കാൻ വേണ്ടിട്ട് എനിക്ക് ഒരു മിറർ ഉണ്ട്. ഇതും സെയിം. പക്ഷെ ഇത് ബാത്റൂം കുറച്ചും കൂടെ ചെറുതാണ്. ടബില്ല. പക്ഷെ ടബിന്റെ ആവശ്യമില്ല. കാരണം എന്താ? ടബിന്റെ ആവശ്യമില്ല. പൂളുണ്ട്. പൂളുള്ളപ്പോ എന്ത്? പക്ഷെ ഇത് ഇപ്പോഴല്ല. പക്ഷെ ഇത് നാച്ചുറൽ ആയിട്ട് വരുന്ന ടൈപ്പ് ബാത്റൂമാ. സെയിം സ്പേഷ്യസ്. ഇവിടെ കോസ്മെറ്റിക്സ് ഒക്കെ ഇങ്ങനത്തെ ടോയ്ലറ്ററീസ് ഒക്കെ ഭയങ്കര നല്ലതാണ്. പാരബൻ ഫ്രീ. റോയൽ ഇന്റലിജൻസ് പറഞ്ഞ ഏതോ കസ്റ്റം ആയിട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡാന്ന് തോന്നുന്നു. നല്ല ഭയങ്കര ഹൈ ക്വാളിറ്റി കോസ്മെറ്റിക്സ് ഒക്കെയാണ്. പൂവുണ്ട്. ഇനി അത് കിട്ടിയില്ലെന്ന് പറയാം.
ഇത് തുറക്ക്, ഇതിൽ നെറ്റ് ഉണ്ട്, 3-4 ഡോസ് ഒക്കെ ഉണ്ട്. സോ തുറക്കാൻ ഓക്കെ. ഇവിടെ പ്രിയക്ക് അനുവാദം ഇല്ലാന്ന്. ജെഫ്രിന്റെ ഡയലോഗ് ആയിപ്പോയി. ഓക്കെ, അപ്പൊ ഇവിടുത്തെ പൂളിൽ നിന്ന് നമുക്ക് വ്യൂ കിട്ടില്ല, പക്ഷെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗാർഡൻ സ്പേസ് ഉണ്ട് ആൻഡ് ഭയങ്കര പ്രൈവസി ആണ്. ചില റൂംസിന് പ്രൈവസി ഇല്ല പൂളിന്, പക്ഷെ വ്യൂ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പ്രൈവസി ആണോ വ്യൂ ആണോ ഇമ്പോർട്ടന്റ് നോക്കിയിട്ട് പൂള് ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതനുസരിച്ചുള്ള റൂം അലോട്ട് ചെയ്ത് തരും. ഞാൻ അപ്പുറത്തെ പൂളിലായിരിക്കും. ആയിരിക്കുമല്ലോ, അതെ. നിങ്ങൾ കണ്ടല്ലോ അല്ലെ, 2 റൂം 2 റൂം. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ്. ഞാൻ റിസോർട്ട്സും അതൊക്കെ നാളെ കാണാം, കാരണം മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് പൂളിൽ ഇറങ്ങി ഇന്നത്തെ ഡിന്നറും ഒരു ടോട്ടൽ റിലാക്സിങ്, നാളെ ഫുൾ ആയിട്ട് എൻജോയ്. അതാ പറയുന്നത്, ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ 2 days വേണം. ഏത് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാം. അമ്മേനോട് ഫ്ലോട്ട് തരാൻ പറ, ഫ്ലോട്ട്. അപ്പൊ ഞങ്ങൾ ഇറങ്ങുവാണ്. ഇറങ്ങുന്നില്ലല്ലോ. ജെഫ്രി ഇപ്പൊ വരും, പ്രത്യേകം പറയാ ചാടരുതെന്ന്. ഉള്ള വെള്ളം എല്ലാം വെളിയിൽ പോകും കേട്ടാ. ജെഫ്രി ചിലപ്പോ എക്സൈറ്റ്മെന്റിൽ എടുത്ത് ചാടും, മറ്റേ പുഴയിലൊക്കെ ചാടുന്ന എക്സൈറ്റ്മെന്റില്. അപ്പൊ വേദു മതി, അപ്പ വേദു ഇറങ്ങാം. ആഹാ, പ്രിയ വരാൻ തോന്നില്ല. പ്രിയ എനിക്ക് വരാനൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ എനിക്ക് ആ വ്യൂ കണ്ടിട്ടേ അവിടെ പോയി ഇരിക്കാൻ തോന്നുന്നല്ലേ. പറ്റേക്ക് ടൗണിൽ ഇറങ്ങ്. ഭയങ്കര സുഖം പ്രിയ. നല്ല തണുപ്പാ. നല്ല തണുപ്പില്ല, വെരി പ്ലസന്റ്. പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് തിരിഞ്ഞ അതല്ല വ്യൂ. ഭയങ്കര എന്തൊരു ഫീലാ. അത് വ്യൂ ഒന്ന്. രണ്ടാമത് ഇത് നോക്കിക്ക്, പ്രൈവസി എന്ന് പറഞ്ഞാൽ മതിൽ വെച്ചല്ല പ്രൈവസി, ചെടികൾ വെച്ചാ. സോ അതൊരു ഫീലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അതാ പറയുന്നത്, ഫീൽ. ഇവിടെ എന്താണ് ഞാൻ എടുക്കുന്നില്ല കേട്ടോ, ബോഡി ഷോ ഇവിടെ അലൗഡ് അല്ല. നീന്താ അറിയില്ല, മുങ്ങിപ്പോവും ചിലപ്പോ. ഒരു രക്ഷയില്ല എന്റെ ജെഫ്രി. ഫീല്, അത് ഫീൽ തന്നെയാണ്. ഓ, അന്നൊന്നും എഴുതിക്ക. ഇതിൽ പഠിപ്പിക്കേണ്ട ജെഫ്രിന്റെ ജോലിയാണ്. നമ്മൾ അടുത്ത വർഷം തായ്ലൻഡ് പോകുമ്പോഴേക്കും എക്സ്പേർട്ട് സ്വിമ്മർ ആവണം. അപ്പൊ അതിന് മുമ്പ് നമുക്കൊരു 4-5 ട്രിപ്പ് പോകണം. പിന്നെ ഹെവി ട്രിപ്പ് പോണ്ടേ. സ്വിമ്മിങ് ആണോ വേദു? സ്വിമ്മിങ് ആണോ? ബേസിക് ഒക്കെ അറിയാം ഓൾറെഡി, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് നീന്തണ്ടല്ലോ. പൂളിന്റെ വേറെ പ്രത്യേകത എന്താ അറിയോ? ക്ലോറിൻ അധികം ഇല്ല. ക്ലോറിൻ ഇല്ല. ഫുൾ നാച്ചുറൽ ഫിൽട്രേഷൻ ആണ്. എപ്പോഴും പൂൾ അവര് ഡ്രെയിൻ ചെയ്തോണ്ടിരിക്കും. ഒരു ചൂട് പോലെ ഉണ്ടോ? ഇല്ല, അത് വെതറിന്റെ. പക്ഷെ ഇതാ ക്ലോറിൻ ഇല്ല, ഒട്ടും ഇല്ല സംഭവം. ഇതാണ് നാച്ചുറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രീപ്പോ വരും കേട്ടോ അവിടെ ഇരിക്കാനായിട്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഏത് ഷൂട്ട് ചെയ്യാ? അപ്പ ഫോളോ. ഓക്കെ, ഷൂട്ട്. അയ്യോ, എന്താ വെള്ളം വരാത്ത? വെള്ളം എന്താ വരാത്ത? വന്നോ? ഇല്ല. അകത്ത് കിടന്ന ആളെ പ്രിയ വിളിച്ചോണ്ട് പോയിട്ട് ഫോട്ടോ എടുപ്പിക്കുവാണ്. ഇതാണ് ജെഫ്രി. വേറെ ആരും പ്രിയ ജെഫ്രിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല, ഫുൾ ടൈം ഫോട്ടോ എടുപ്പാണ്. പക്ഷെ ആ ഫോട്ടോ എടുപ്പുകൊണ്ട് എന്തൊക്കെയോ ഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പൂളിലൊക്കെ പോയി എല്ലാം സൺസെറ്റ് സമയമാകുമ്പോഴേക്ക് ഞങ്ങൾ ഇറങ്ങി. ഒന്നും പറയാൻ പറ്റില്ല. റൂം ജസ്റ്റ് നോക്കിക്കേ, ഒരു ആംബിയൻസ്. ശരിക്കും ഇത് ഞങ്ങൾ ഈ കാണിക്കുന്ന എല്ലാ റിസോർട്ട്സും ഭയങ്കരമായിട്ട് ഞങ്ങൾ പൊക്കി പറയുന്നില്ല. അതെന്താണെന്നറിയോ? നമ്മൾ ആക്ച്വലി അങ്ങനെ റിസ്ക് എടുക്കുന്നില്ലല്ലോ. നമ്മൾ ഓൾറെഡി നല്ല റിവ്യൂസും നല്ല നല്ല ഫേമസ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ അങ്ങനെ അവാർഡ്സ് കിട്ടിയ സ്ഥലത്താണ് നമ്മൾ കൂടുതൽ താമസിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന മിക്കതും ഇങ്ങനെ പോസിറ്റീവായിട്ടേ പറയാൻ കാണുള്ളൂ. ഈ അഡ്വഞ്ചറസ് ആയിട്ട് അല്ലെങ്കിൽ പുതിയ പുതിയ പ്ലേസസ് പോയി ട്രൈ ചെയ്യുന്നവർക്കായിരിക്കും ഒരു മിക്സഡ് ഒപ്പീനിയൻ അല്ലെങ്കിൽ നെഗറ്റീവ് ഒപ്പീനിയൻ വരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മിക്ക റിവ്യൂസും നമ്മൾ അങ്ങനെ സ്ഥലത്തെ പോകാറുള്ളൂ. എല്ലാവരോടും റിവ്യൂസും ചോദിച്ചിട്ട് നമുക്ക് പരിചയമുള്ളവർ ആരെങ്കിലും അവിടെ പോയിട്ടുണ്ടെങ്കിൽ, അല്ലാതെ ഗൂഗിൾ റിവ്യൂസും ട്രിപ്പ് അഡ്വൈസറിലും GoIB പോലും മേക്ക് മൈ ട്രിപ്പിലും അഗൂഡയിലും എല്ലാത്തിലും നോക്കിയിട്ട് നമ്മൾ ഒരു പ്രോപ്പർട്ടിയിലേക്ക് പോകാറുള്ളൂ. ആൻഡ് ഇത് ഒട്ടും മിസ്റ്റേക്ക് ആയിട്ടില്ല. ജെഫ്രൻ സിലീലസ് ഒക്കെ ഇട്ട് ഇനി പ്രോട്ടീൻ ലോഡ് ചെയ്തോണ്ടിരിക്കുവാണ്. അതിന്റെ ഇടയ്ക്ക് മറക്കും, എനിക്കറിയാം. ഫുഡ് വന്ന് പരിപ്പട കണ്ടത് ഞാൻ ഫോട്ടോ എടുത്തിട്ട് വേഗം കഴിച്ചു തുടങ്ങി. അല്ല, 3 നാളിനും ഉണ്ടായിരുന്നല്ലോ. ഞാൻ കഴിച്ചു. അതാണ് പ്രശ്നം. വേദുനോ? അപ്പുറത്തുണ്ട് സാധനങ്ങള്. എന്നാലും പരിപ്പട കഴിക്കാൻ ഒരു ഫീൽ ആയിരുന്നു. നല്ല ചമ്മന്തി നോക്കട്ടെ. അതൊന്നും തരാൻ ചോദിക്കണ്ടേ? എവിടെ
ബില്ലുനെന്നെ ഇഷ്ടമല്ലല്ലോ ഇതൊന്നും. എനിക്ക് ട്രൈ ചെയ്യണം. അത് ഈ ചമ്മന്തി ഇങ്ങനത്തെ ഒരു പ്രസന്റേഷനിലൊക്കെ കൊണ്ടുവരുമ്പോ പരിപ്പ് വടാത്ത വ്യൂ എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. നമുക്ക് കോൾഡ് കോഫി കേട്ടോ ജെഫ്രി. ഇത് നമ്മുടെ ഫേവറേറ്റ് ഫിഷ് ഫിംഗേഴ്സ് ആണെന്ന് തോന്നുന്നു. ഇതിന്റെ വേണ്ട പ്രസന്റേഷൻ നോക്ക്, ഡോട്ട്സ് ഒക്കെ വെച്ച്. ഇത് ചിക്കൻ നഗറ്റ്സ് വിത്ത് സം ബാർബക്യൂ സോസ്. ഇത് നഗറ്റ്സ് ആവേതു ഏതുവിന് നഗറ്റ്സ് തരാം കേട്ടോ. എന്നാ ആ സോസിലൊക്കെ മുക്കിയിട്ടേ കഴിക്കുള്ളൂ ഇത്. ആദ്യമേ നമുക്ക് ഇത് നോക്കാം. വിത്തൗട്ട് സോസ് അല്ല, വിത്ത് സോസ് തന്നെ നോക്കാം. ആ നല്ല മുരിഞ്ഞ മറ്റൊരു ഫ്രോസൺ സംഭവം പോലെ തോന്നില്ല കേട്ടോ. അവര് ഫ്രഷ് ആയിട്ട് ബ്രെഡ് ക്രംസ് മുക്കിയ പോലെ ചെയ്യുന്നത്. ചിക്കൻ ആണ്, ഫിഷ് ഫിംഗേഴ്സ് അല്ല, ചിക്കൻ ഫിംഗേഴ്സ്. പക്ഷെ ഈക്വലി ഗുഡ്. അതെങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറ. എന്താ ഈ വ്യൂ ഒക്കെ ഇങ്ങനെ കണ്ടോണ്ടിരുന്നു ഒരു കോൾഡ് കോഫിയും കുടിച്ച് എവിടെ വേണമെങ്കിലും ഇരിക്കാം. നമ്മുടെ ഓൺ ഗാർഡൻ അല്ലേ, പ്രൈവറ്റ് ഗാർഡൻ അല്ലേ, കിടക്കും ചെയ്യാം. അത്രയും ക്ലീനാ. കൊള്ളാവോ? കടുപ്പമുണ്ടോ? എല്ലാം പാകത്തിന്. കോഫിയും കുടിച്ച് ജസ്റ്റ് റൈറ്റ്. ജെഫ്രി പറഞ്ഞ പോലെ എല്ലാം പാകത്തിന്. അത്യാവശ്യം ഫ്രോത്തിയാണ്, ക്രീമിയാണ്, അധികം മധുരം ഇല്ല, ആ സമയത്ത് ഭയങ്കര കടുപ്പമല്ല, ആവശ്യത്തിന് കടുപ്പമുണ്ട്. എവറിത്തിങ് ഇസ് നൈസ്. ഭയങ്കര ഒരു ഫീൽ കൂടെ. എനിക്ക് ഒന്നും പറയാൻ തോന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആദ്യമായിട്ടാണ് വ്ളോഗിങ് വന്നിട്ട് വ്ളോഗ് ചെയ്യാൻ തോന്നാത്തത്. ജസ്റ്റ് വോണ്ട് ടു റിലാക്സ് അല്ലേ ഫീല്. ദേ വരുന്നുണ്ട് രണ്ട് അമ്മയും മോനും കൂടെ. എന്തോ പുതിയ ടോയ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് പ്രിയ. എന്താ ബേബി കാണാ? താങ്ക് യു പറ. എന്താ പ്രിയ ഇത്? ഈവനിങ് ആയപ്പോഴേ പ്രിയയുടെ മുഖത്തുള്ള ലൈറ്റ് ഇവിടുത്തെ സൺസെറ്റിന്റെ ലൈറ്റ്സ് ആണ്. എന്ത് രസം നോക്കിക്ക്. ഒരു ഫിൽട്ടർ ഒന്നുമില്ല, ജസ്റ്റ് ഐഫോണിൽ ഷൂട്ട് ചെയ്ത് അങ്ങനെ തന്നെ എടുത്തിടുവാണ്. ആബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ. ആൻഡ് ജസ്റ്റ് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് പ്രിയ 3 പരിപ്പോടെ കഴിഞ്ഞിട്ട് അടുത്ത നഗറ്റ്സും കഴിച്ചുകൊണ്ടിരിക്കുക. കുടിച്ചിട്ടില്ല അല്ലേ? അതെന്റെ കോൾഡ് കോഫി എടുത്ത് അതേ മറന്നുപോയി. ഏതുവാണെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുക. വേറൊരു കുട്ടി ഇവിടെ വന്ന് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുക, ഫുൾ ഫ്യൂച്ചർ പരിപാടികള്. എന്തായാലും എല്ലാരും ഹാപ്പി. അങ്ങനെ നല്ല കോഫി നഗറ്റ്സ് ഒക്കെ കഴിച്ച് തിരിച്ച് ഞാൻ കുളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഒരു വാട്ടർഫോൾ പ്ലേസ്. അതെ, ഈ ലക്ഷറി റിസോർട്ട്സ് ഒക്കെ ശരിക്കും ബെഡ്റൂമിൽ നിന്ന് ബാത്റൂമിൽ വരുമ്പോൾ യു ഡോണ്ട് ഫീൽ ലൈക്ക് എൻട്രിങ് എ ബാത്റൂം. നോ, ഇറ്റ്സ് ലൈക്ക് എൻ എക്സ്പാൻഷൻ ഓഫ് അവർ ബെഡ്റൂം. അപ്പൊ ദേ പ്രിയ കുളിച്ച് വന്നിട്ടുണ്ട്. ജെഫ്രിൻ നല്ല സുഖിച്ച് കിടന്ന് ഉറങ്ങുന്നു. നമ്മളിപ്പോ റൂമിലാണ്. വിശപ്പില്ലാതെ. പക്ഷെ അതൊന്നും അല്ല ഇപ്പൊ സ്പെഷ്യാലിറ്റി. ഇവിടുന്ന് കാണാൻ പറ്റുമോ? നല്ല മഴയുണ്ട്. എന്തൊരു ഫീലാന്നറിയാം ഇങ്ങനത്തെ സ്ഥലത്ത് മഴയും കൂടെ പെയ്ത് കഴിയുമ്പോ. ലോക്ക് ചെയ്താ ജെഫ്രിൻ എല്ലാം ലോക്ക് ചെയ്തൊക്കെ ഇടും. പേടിയാണ് ആരെങ്കിലും പിടിച്ചോണ്ട് പോകുന്നൊക്കെ. ഓ കണ്ട ഈ ഒരു ഫീൽ ഉണ്ടല്ലോ മഴയത്ത്. ഓ ജെഫ്രി മഴയത്താണ് പൂളിൽ ഇറങ്ങണ്ടേ. ജെഫ്രി നമ്മൾ മാത്രമേ ഉള്ളൂ വിശാലമായിട്ടിരുന്ന് കഴിക്കാം. മഴയതുകൊണ്ടെങ്കിൽ എല്ലാവരും റൂമിലിരുന്നായിരിക്കും കഴിച്ചത്. നമ്മൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ജെഫ്രി ഒരു ഉഷാറില്ലല്ലോ. എന്താ കാര്യം ഒന്ന് പറഞ്ഞാലോ? അത് കിട്ടില്ല. എ സി ആട്ടോ. റൂമും റെസ്റ്റോറന്റ് ഒക്കെ ഭയങ്കര തണുപ്പ്. നല്ല സമ്മറിൽ വന്നാൽ ഇവിടെ ഒരു കുഴപ്പമില്ല. തുടക്കം തന്നെ ഒരാളുടെ കണ്ണ് അടഞ്ഞു പോയി. അതേ പറയാം, നമ്മൾ 4 ക്യൂസിനും ട്രൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ചൈനീസ് വാസ് റിയലി ഗുഡ്. ഇനി നമുക്ക് ഈ കോണ്ടിനെന്റൽ നോക്കാം. സി ഓൾ ദിസ് ഗാർലിക് ബ്രെഡ് ആൻഡ് ഓൾ ഇത് ആക്ച്വലി ഇസ് ബേക്ഡ് ഫ്രഷ്ലി. നമുക്കത് കാണുമ്പോൾ അറിയാം. ഇറ്റ്സ് ലൈക്ക് സോ തിൻ. ഇറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് ലൈക്ക് എ പൊട്ടേറ്റോ വേഫർ. ആൻഡ് നമുക്ക് കുറച്ച് ഈ ക്രീമി സൂപ്പ് മുക്കിയിട്ട് ഐ ഫീൽ കോണ്ടിനെന്റൽ വിൽ ബി റിയലി ഗുഡ് ഓവർ ഹിയർ. കാരണം ഒരുപാട് ഇന്റർനാഷണൽ ഗസ്റ്റ് വരുന്നതല്ലേ. I loved it. ചെറുതായിട്ട് ഹെർബ്സും ചില്ലി ഫ്ലേക്സ് ഒക്കെ ഉണ്ട്. ക്രിസ്പാണ്. ചെറിയായിട്ടൊരു ഗാർലിക് ബട്ടറിന്റെ ടേസ്റ്റ്. ആൻഡ് സൂപ്പ് ഇസ് എക്സാക്ട്ലി ഹൗ യു ഇമാജിൻ ഇറ്റ്. സൂപ്പ് ചിക്കൻ വാലന്റീനി എന്ന് പറഞ്ഞൊരു സൂപ്പാണ്. സോ ഇറ്റ്സ് സംതിങ് ലൈക്ക് ഇറ്റാലിയൻ ബട്ട് ഇറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് റിയലി ഒരു ചിക്കൻ ചൗഡർ സൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു തിക്ക് ചിക്കൻ സൂപ്പ് വിത്ത് ലോട്ട് ഓഫ് ക്രീം ആൻഡ് ചിക്കൻ ആൻഡ് മിൽക്ക്. ആ ഒരു ഫ്ലേവറാണ് കിട്ടുന്നത്. ഫുഡ് നമ്മൾ ആക്ച്വലി ഫുൾ ബോർഡ് എന്ന് പറയുമ്പോൾ ഓൾ മീൽസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള പാക്കേജാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ സെറ്റ് മെനു വരുന്നത്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് പറയാം കോണ്ടിനെന്റലോ ചൈനീസോ കേരളയോ നോർത്ത് ഇന്ത്യൻ ഏത് വേണമെന്ന്. അതനുസരിച്ച് അവരൊരു സ്റ്റാർട്ടർ, ഒരു സൂപ്പ്, ഒരു സ്റ്റാർട്ടർ, ഒരു ആപ്പറ്റൈസർ, ഒരു മെയിൻ കോഴ്സ്, ഒരു ഡിസേർട്ട് അതായിരിക്കും വരുന്നത്. അതിൽ വെജും നോൺ വെജിൻ്റെ ചോയ്സ് കാണും. കോണ്ടിനെന്റൽ ഫുഡ് ഇവിടുത്തെ അടിപൊളിയായിരിക്കും. ഐ ന്യൂ ഇറ്റ്. കാരണം അങ്ങനത്തെ ഗസ്റ്റ് കൂടുതൽ വരുന്നത്. ഈവൻ ദ പിസ്സ ബേസ് തിൻ ക്രസ്റ്റ് ആണ്. ഇറ്റ്സ് ബേക്ക് ഫ്രഷ്ലി ഓവർ ഹിയർ.
ചീസ് പൂൾ ഇസ് ഔട്ട്സ്റ്റാൻഡിങ്. ദിസ് യു കെൻ സീ സം കോൺ, സം ചിക്കൻ. ഇതാണ് നമ്മുടെ ഒരു സ്റ്റാർട്ടർ ആയിട്ട് വന്നിരിക്കുന്നത്. പിzzയാണ് സ്റ്റാർട്ടർ. കോൺ, ചീസ്, ഇത് കാണുമ്പോൾ നമ്മുടെ പിസ്സ പോലെ തോന്നും. അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് കുക്കുംബേഴ്സ് ഒക്കെ ഉണ്ട്. സോ ഇറ്റ്സ് ലുക്കിംഗ് റിയലി നൈസ്, ജ്യൂസി ആൻഡ് ഷുവർ ഇറ്റ് വിൽ ടേസ്റ്റ് ഗുഡ് ഓൾസോ. Perfect. നമ്മൾ crust is just to hold the rich toppings. Cheese ഉണ്ട്, corn ഉണ്ട്. Perfectly baked, over crisp അല്ല. ആ സമയത്ത് lightly toasted bottom. അടുത്ത കോഴ്സ് ഗ്രിൽഡ് ഫിഷ് ആണ്. ഇത് ഗ്രിൽഡ് ഫിഷ്, സം സ്റ്റിർ ഫ്രൈഡ് വെജിറ്റബിൾസ്, എനിക്കൊന്ന് ഒരു ടാറ്റ സോസ് പോലത്തെ ഏതെങ്കിലും ആയിരിക്കും, ആൻഡ് മാഷ് പൊട്ടേറ്റോസ്. പക്ഷെ ഇത് പ്ലേറ്റിംഗ് ഇസ് സോ ഇംപെക്കബിൾ. ആൻഡ് ഈവൻ പ്ലേറ്റിലുണ്ട് ഒരു ഫിംഗർ പ്രിൻസോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. ആൻഡ് ഇറ്റ്സ് ലുക്കിംഗ് ആബ്സല്യൂട്ട്ലി സ്മാഷ്. ഫിഷ് കാണുമ്പോൾ തന്നെ അറിയാം, തൊടുമ്പോൾ തന്നെ സോ നൈസ്. പെർഫെക്റ്റ് വൈറ്റ്, ലൈറ്റ്ലി കുക്ക്ഡ് ആയിരിക്കുള്ളൂ. സീരിയസ് ഇതിൽ കുറച്ച് ഈ സോസും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പെർഫെക്റ്റ് യൂറോപ്യൻ ഫുഡ് തന്നെ. ശരിക്കും യൂറോപ്യൻ ഫുഡ് ഞാൻ ചിലപ്പോൾ എല്ലാവർക്കും ഇവിടുത്തെ കോണ്ടിനെൻറ്റിൽ ഇഷ്ടപ്പെടില്ല. ഓവർ സോസോ ഓവറായിട്ടൊന്നുമില്ല. പെർഫെക്റ്റ് സെയിം പ്ലെയിൻ സിമ്പിൾ ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റ്ലി ലവ് ഇറ്റ്. ായിട്ട് മെയിൻ കോഴ്സ് പാസ്ത ഉണ്ട്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇത് ഒരു ആപ്പറ്റൈസർ അല്ലെങ്കിൽ ഓൺട്രി ആയിട്ട് കൊണ്ടുവന്നാലും ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ മെയിൻ കോഴ്സ്. ഭയങ്കര ഹെവിയാണ്. പാസ്ത ഞാൻ ഏത് കഴിക്കുമ്പോൾ തന്നെ കഴിച്ചു. ഇറ്റ്സ് സോ ഡെലിഷ്യസ്. ബട്ട് സോ ദാറ്റ്സ് വൈ ഐ വോണ്ട് ടു ട്രൈ. ഫിഷ് കഴിക്കുമ്പോൾ തന്നെ വയറ് ഫുള്ളാവും. പാസ്ത ഒരു ആൽഫ്രെഡോ, സോ വൈറ്റ് സോസ്, ചീസ്, സം ചിക്കൻ, സം മഷ്റൂം ഫോർ എർത്തിനെസ്. ആൻഡ് ദിസ് പാസ്ത സോ വെൽ കുക്ക്. ഓവറായിട്ട് കുഴഞ്ഞും പോയിട്ടില്ല, ആ സമയത്ത് വേവാതെ ഹാർഡും അല്ല. ആൻഡ് ആ മഷ്റൂമിൻ്റെ ഒരു ഗ്രൗണ്ട് എർത്തിനെസ് ഫ്ലേവർ ഉണ്ട്. ചിക്കൻ്റെ ഒരു സ്ലൈറ്റ് ഒരു മീറ്റി ഫ്ലേവർ ഉണ്ട്. പക്ഷേ പെർഫെക്റ്റ് തിങ് ഇസ് ദാറ്റ് ഇതിൽ സോസ് ഓവറല്ല. അതുകൊണ്ട് നമുക്ക് ആ ചീസും സോസും അതല്ലാതെ ആ മഷ്റൂംസിൻ്റെയും എല്ലാത്തിൻ്റെയും ടേസ്റ്റ് കിട്ടും. വെറുതെ കുറേ മൈദയും ചീസ് സോസും അങ്ങനെ ഒന്നും ഒഴിച്ചിട്ടിട്ടില്ല. വെറുതെ എല്ലാം വേദം അത്രയും കഴിച്ചത്. ഇറ്റ്സ് വെരി ഡെലിഷ്യസ്, വെരി ഡെലിഷ്യസ്. പ്രിയസ് ലക്കി. ഇന്നത്തെ ഡെസേർട്ട് പ്രിയയുടെ ഫേവറേറ്റ് ആണ്. കോഫി ആൻഡ് സിനമൺ ഫ്ലേവേർഡ് ക്രെം ബ്രൂളെ. ആൻഡ് നമ്മൾ ഉച്ചത്തെ പോലെ തന്നെ കുറച്ച് ഫ്രൂട്ടിന്റെ ഒരു എന്താണെന്നറിയാം, ഞാൻ ഇത് മാജിക് ഫ്രൂട്ട് എന്ന് വിചാരിക്കും. സംഭവമല്ല ഉച്ചയ്ക്ക് കഴിച്ചത്. പ്രിയ എന്നെ തുടങ്ങുക എങ്ങനെയുണ്ടെന്ന്. രണ്ടും കഴിച്ചോളൂ അല്ലേ? ഇതാ അതൊന്ന് കഴിച്ചു. പൊട്ടുന്നുണ്ടോ നോക്ക്, ക്രിസ്പിനെസ് ആണെന്ന്. ആഹാ, അതൊരു ക്രാക്ക് സൗണ്ട്. ഇങ്ങോട്ടേക്ക് വരരുത്, ഞാൻ ചിലപ്പോ ഇങ്ങനെ കാണിക്കുന്നതായിരുന്നു. പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ? ഉണ്ട്. എങ്ങനെയുണ്ട്? അതേ മതി. ഇതിന്റെ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. അത്രയും സംഭവമാണ്. കോഫിയുടെ ഫ്ലേവർ ഉണ്ടോ? നന്നായിട്ടുണ്ട്. സിനമന്റെ ഫ്ലേവർ ഉണ്ടോ? ആൻഡ് ഷുഗറിന്റെ ഫ്ലേവർ ഉണ്ടോ? അപ്പൊ എല്ലാം അടിപൊളി. ഓക്കെ, ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഇനി മെയിൻ ടാസ്ക് എന്താണെന്നറിയോ? അവിടെ വരെ നടക്കണം. മഴ നിന്നു പ്രിയ, അവിടം വരെ നടക്കണേ. എല്ലാം തയ്ക്കും. കൊട എടുത്തോ വേദു, ബാ നമുക്ക് പോവാം. എന്തിനാ? ഇനി ഓൾറെഡി നല്ല മീൻ കഴിച്ചതാ. ഗുഡ് നൈറ്റ്. നാളെ രാവിലെ കുളിക്കാം. അടുത്ത വ്ളോഗിൽ കാണാം. അപ്പൊ എല്ലാം കഴിഞ്ഞ നമ്മള് റൂമിൽ വന്നു. രാവിലെ എഴുന്നേക്കാം. വന്ന് അടുത്ത വ്ളോഗിൽ കാണാം. രാവിലെ എഴുന്നേക്കാം. ഇവിടെ നിന്നുള്ള വ്യൂ ആയിരിക്കും. ബെഡ് ഇസ് എക്സ്ട്രീംലി കംഫർട്ടബിൾ. ഹോപ്പ് യു ഗൈസ് എൻജോയ് ടുഡേസ് വ്ളോഗ്. ഞാൻ പറഞ്ഞ അബ്സല്യൂട്ട് ബ്യൂട്ടിഫുൾ വ്യൂവും ബ്യൂട്ടിഫുൾ റൂമും ബ്യൂട്ടിഫുൾ സർവീസ് ആണ്. ഫുഡ് ചിലപ്പം ഒരു ഇന്റർനാഷണൽ പാലറ്റിനാണ് അവർ ചെയ്തിരിക്കുന്നത്. നാളെ സൗത്ത് ഇന്ത്യൻ, അടുത്ത വ്ളോഗിൽ സൗത്ത് ഇന്ത്യൻ ഫുഡ് ട്രൈ ചെയ്യും. പക്ഷെ ഞങ്ങൾക്ക് കഴിച്ച ഫുഡിൽ വി ആക്ച്വലി ലവ്ഡ്. ആൻഡ് എസ്പെഷ്യലി ദ ഡിസേർട്സ് ആൻഡ് ദ സൂപ്പ് ആൻഡ് ദ പാസ്ത എല്ലാം അടിപൊളിയായിരുന്നു. ഉച്ചത്തെ ചില്ലി കങ്പോ ചിക്കൻ എല്ലാം അടിപൊളിയായിരുന്നു. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കിത് പ്രിയയുടെ വയറിപ്പോൾ പൊട്ടുന്നു. ആൻഡ് നിങ്ങൾക്കിത് ഈ പ്രോപ്പർട്ടി നിരാമയ ബാക്ക് വാട്ടർ റിട്രീറ്റ്സ് ആണ്. ഇത് ബുക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം. പുള്ളിനെ വിളിച്ചിട്ട്, ജിത്തിൻ എന്നാണ് പേര്, ജിത്തിനെ വിളിച്ചിട്ട് OHF കണ്ടിട്ട് വിളിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ഷുവർ. ഐ ടോൾഡ് ഹിം ബെസ്റ്റ് റേറ്റ്സ് കൊടുക്കണം. ആൻഡ് ഹി ഹാസ് പ്രോമിസ്ഡ് ദാറ്റ് ഓൺലൈൻ റേറ്റ്സിനെ കാട്ടി കുറവായിരിക്കും. സോ ഡെഫിനറ്റ്ലി ഇഫ് യു ലവ് ദാറ്റ്, ഇഫ് യു ലവ് ദിസ് പ്രോപ്പർട്ടി, ഡു കോൾ ദാറ്റ് നമ്പർ.
അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. നാളെ നമ്മൾ ഈ റിസോർട്ടിലെ എല്ലാ ആക്ടിവിറ്റീസും സംഭവങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. സോ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ഹാപ്പി വേദു. ബൈ പറ.